നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ചിലരുടെ ഫേസിൽ നന്നായിട്ട് ചുളികളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഒരു 7 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ചേറെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഡെയിലി നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ടും ചിലരുടെ ഫേസിൽ നന്നായിട്ട് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേണ്ട. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ 1 സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്നുകൂടെ തിക്കായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും നല്ലൊരു ഫേസ് പാക്കും കൂടെയാണ്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇത് നല്ല ഒരു റെഡ് കളറിലാണ് നമുക്ക് കിട്ടുന്നത്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിരിക്കണം. ഇതൊരു സെറത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 7 ദിവസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. ഇവിടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.